ഈ വാർത്താ ദിനത്തിലെ ഏറ്റവും പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ടിലേക്കാണ് വാർത്താമഴ ആദ്യം കടക്കുന്നത്. കോട്ടയം തലയോലപ്പറമ്പ് വെട്ടിക്കാട്ടുമുക്കിൽ സ്വകാര്യ ബസ് തലകീഴായി മറിഞ്ഞു. 50 യാത്രക്കാർക്ക് പരിക്കേറ്റു. 3 പേരുടെ നില ഗുരുതരമാണ്. എറണാകുളം പാലാ റൂട്ടിലോടുന്ന ആവേ മരിയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ടോബി ജോൺസൺ വിവരങ്ങൾ നൽകും കോട്ടയത്ത് നിന്ന്. ടോബി, ഈ പരിക്കേറ്റവരെ ഏതാശുപത്രിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത്? എന്താണ് പുതിയ വിവരങ്ങൾ? വിജയകുമാർ, പരിക്കേറ്റവരെ മാറ്റിയിരിക്കുന്നത് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് തലയോലപ്പറമ്പിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും അതുപോലെ തന്നെ വൈക്കത്തെ താലൂക്ക് ആശുപത്രിയിലേക്കും മാറ്റിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും വലിയൊരു അപകടമാണ് എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ അവിടെ നിന്നും ലഭിക്കുന്നത്. ഈ വാഹനം എറണാകുളത്ത് നിന്നും കോട്ടയം ഭാഗത്തേക്ക് വരികയായിരുന്നു. അതിനുശേഷമാണ് ഏകദേശം 7:15 ഈ വെട്ടിക്കാട് എന്ന് പറയുന്ന ഭാഗത്തേക്ക് വാഹനം എത്തുന്നു. അവിടെ ഒരു ഇറക്കമുണ്ട്. ആ ഇറക്കവും വളവും കൂടി ഉള്ള ഒരു പ്രദേശമാണ്. അതുവഴി വാഹനം വരുമ്പോൾ വാഹനം നിയന്ത്രണം വിട്ട് തലകീഴായി മറിഞ്ഞു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്താണ് സംഭവിച്ചത് എന്നതിനെ പറ്റി ഇപ്പോൾ ഒരു ഔദ്യോഗിക വിശദീകരണം ലഭിച്ചിട്ടില്ല. നമുക്ക് അവിടെ നാട്ടുകാരിൽ നിന്നും അതുപോലെ തന്നെ ആ പ്രദേശത്ത് ഉണ്ടായിരുന്ന ആളുകളിൽ നിന്നും ലഭിക്കുന്ന വിവരം, ഈ ഡ്രൈവർക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായതിനെ തുടർന്നാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത് എന്നുള്ളൊരു സൂചന ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഔദ്യോഗികമല്ല. ഔദ്യോഗികമായിട്ടുള്ള വിവരം ലഭിക്കാനിരിക്കുന്നതേ ഉള്ളൂ. ഏതായാലും പോലീസും അതുപോലെ തന്നെ ഫയർഫോഴ്സും എല്ലാം നാട്ടുകാരും എല്ലാം ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. 3 പേരുടെ നില ഗുരുതരമാണെന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അവരെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുമെന്നുള്ള സൂചന കൂടി ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ടോബി, ഈ അപകടത്തിൽപ്പെട്ട സ്ഥലത്ത് നിന്ന്, അതായത് ഇപ്പോൾ തലയോലപ്പറമ്പിൽ നിന്ന് മുഴുവൻ ആളുകളെയും, ആ അപകട മേഖലയിൽ നിന്ന് മുഴുവൻ ആളുകളെയും, ബസ്സിലുണ്ടായിരുന്നവരെ മുഴുവൻ ആശുപത്രികളിലേക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ ഇപ്പോഴല്ലേ? തീർച്ചയായിട്ടും വിജയകുമാർ, അവിടെ നിന്നും മാറ്റാൻ സാധിച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏകദേശം 10-35ഓളം ആംബുലൻസുകൾ ഇവിടെ പെട്ടെന്ന് തന്നെ എത്തി ഈ ആളുകളെ എല്ലാം തന്നെ ആശുപത്രികളിലേക്ക്, യാത്രക്കാരെ എല്ലാം തന്നെ ആശുപത്രികളിലേക്ക്, ഏറ്റവും അടുത്തുള്ള ആശുപത്രികളിലേക്കാണ് ആദ്യം കൊണ്ടുപോയത്. അവിടെ നിന്നും ഗുരുതരമായിട്ടുള്ള ആളുകളെ മറ്റ് ആശുപത്രിയിലേക്ക്, വൈക്കം താലൂക്ക് ആശുപത്രിയിലേക്കും അതുപോലെ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റേണ്ട 3 പേരെ മെഡിക്കൽ കോളേജിലേക്കും മാറ്റുമെന്നുള്ള ഒരു വിവരമാണ് ലഭിക്കുന്നത്. എന്തായാലും വലിയൊരു അപകടം തന്നെയാണ് നടന്നത് എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ലഭിച്ചിട്ടില്ല. എന്തായാലും ഈ സമയങ്ങളിൽ അറിയാവുന്ന പോലെ കോട്ടയം എറണാകുളം റൂട്ടിൽ നിരവധി ബസ്സുകൾ, സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. രാത്രികാലങ്ങളിൽ അവസാന ട്രിപ്പാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഈ ബസ്സിൽ കയറാറുണ്ട്. വീട്ടിലേക്കും മറ്റും ജോലിയും കഴിഞ്ഞ് വരുന്ന, എറണാകുളത്ത് നിന്ന് വരുന്നവരെല്ലാം തന്നെ ഈ സ്വകാര്യ ബസ്സുകളെയാണ് കൂടുതലായി ആശ്രയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ 50ഓളം ആളുകൾ. നാളെ ഒരു ഞായറാഴ്ചയ്ക്ക് മുമ്പുള്ള ഒരു വൈകുന്നേരം ആയതുകൊണ്ട് കൂടുതൽ ആളുകളും ബസ്സുകളെയൊക്കെ ആശ്രയിച്ച് എറണാകുളത്തു നിന്ന് കോട്ടയത്തേക്കൊക്കെയുള്ള യാത്രയിൽ ഉണ്ടാകും. അതുകൊണ്ടാണ് ഏതാണ്ട് 50ഓളം ആളുകൾ ആ ബസ്സിൽ ഉണ്ടായിരുന്നു. അതിൽ അത്രയും ആളുകൾക്ക് തന്നെ പരിക്കേൽക്കുകയും ചെയ്തു. ടോബി, അപ്പോൾ 3 പേരുടെ നില ഗുരുതരമാണ്. അവരെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ളതിലധികവും വൈക്കം താലൂക്ക് ആശുപത്രിയിലാണ് എന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം, അല്ലേ? തീർച്ചയായിട്ടും വിജയകുമാർ, ഈ വൈക്കം ആശുപത്രിയിലേക്ക് MLA അടക്കമുള്ളവർ എത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ തലയോലപ്പറമ്പിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ അപകടം നടന്ന ഉടൻ തന്നെ നാട്ടുകാർ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരുന്നു. പലരെയും വാഹനങ്ങളിലും മറ്റും കയറ്റി, സ്വകാര്യ വാഹനങ്ങളിലും മറ്റും കയറ്റി ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ അവിടുത്തെയുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് വലിയ ഗതാഗത കുരുക്ക് ഉണ്ടായിട്ടുണ്ട്. കോട്ടയം എറണാകുളം റൂട്ടാണ്. നമുക്കറിയാവുന്നത് പോലെ നിരവധി വാഹനങ്ങൾ വരുന്ന സ്ഥലമാണ്. ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നതിന്റെ ഭാഗമായിട്ട് പോലീസ് ഗതാഗതം നിയന്ത്രിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ഗതാഗത കുരുക്കും ഈ പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് എല്ലാ യാത്രക്കാരെയും, വാഹനത്തിലുണ്ടായിരുന്ന യാത്രക്കാരെ മുഴുവൻ ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പരിക്കിന്റെ തോത് എങ്ങനെയാണ്, അല്ലെങ്കിൽ കൂടുതൽ ഗുരുതര പരിക്കുകൾ ഉള്ളവരുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ വിജയകുമാർ. ശരി ടോബി, കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വാർത്താമഴയിൽ തന്നെ ഒരിക്കൽ കൂടിയും ഈ അപകടത്തിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. കോട്ടയം തലയോലപ്പറമ്പ് വെട്ടിക്കാട്ടുമുക്കിലാണ് സ്വകാര്യ ബസ് തലകീഴായി മറിഞ്ഞത്. 50ഓളം യാത്രക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിൽ തന്നെ ചിലരുടെ നില ഗുരുതരമാണ്. കുറച്ച് വലിയ അപകടമാണ് എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. 30-ലധികം ആംബുലൻസുകൾ വിവിധ ഭാഗങ്ങളിൽ നിന്നായി അവിടേക്ക് രക്ഷാപ്രവർത്തനത്തിനായി പോയിട്ടുണ്ട് എന്ന വിവരം കൂടി വരുന്നുണ്ട്. പരിക്കേറ്റവർ വൈക്കം താലൂക്ക് ആശുപത്രിയിലും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുമൊക്കെയായി ചികിത്സയിലാണ്.
ടോബി ജോൺസണാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്. മറ്റ് റിപ്പോർട്ടുകളിലേക്ക്. ആഴങ്ങളിൽ 12ാം നാൾ. കർണാടക ഷിരൂരിലെ മണ്ണിടിച്ചിലിൽപ്പെട്ട അർജുൻ 12ാം ദിവസവും കാണാമറയത്തു തന്നെ. ശക്തമായ അടിയൊഴുക്കിനെ അവഗണിച്ച് ഗംഗാവലി പുഴയിൽ ഇറങ്ങിയ സന്നദ്ധ പ്രവർത്തകൻ ഈശ്വർ മാൽപേയ്ക്കും കാര്യമായ സൂചനകളൊന്നും ലഭിച്ചില്ല. കരയിൽ നിന്ന് 132 മീറ്റർ അകലെയാണ് ലോറി ഉണ്ടാകാൻ ഏറ്റവും കൂടുതൽ സാധ്യതയെന്ന് ശാസ്ത്രീയ പരിശോധന നടത്തിയ സംഘം റിപ്പോർട്ട് നൽകി. ഡ്രഡ്ജിങ്ങിന്റെ സാധ്യത തേടുമെന്ന് കാഴ്വാർ MLA സതീഷ് കൃഷ്ണ സെയിൽ വ്യക്തമാക്കി. കുത്തിയൊഴുകുന്ന ഗംഗാവാലി പുഴ. നേവിയുടെ വിദഗ്ധ പരിശീലനം ലഭിച്ച ഡൈവേഴ്സിനും കീഴടക്കാൻ പറ്റാത്ത കുത്തൊഴുക്ക്. പ്രതിസന്ധിയുടെ ആഴങ്ങളിലേക്കാണ് രക്ഷാദൌത്യം ഏറ്റെടുത്ത് ഉടുപ്പിക്കാരൻ ഈശ്വർ മാൽപേയും സംഘവും എത്തിയത്. അപകടം മനസ്സിലാക്കി ജില്ലാ ഭരണകൂടം അനുമതി നിഷേധിച്ചു. സ്വന്തം റിസ്കിൽ ദൌത്യത്തിന് തയ്യാറാണെന്ന് ഈശ്വർ മാൽപേ. ഉച്ചയോടെ MLA ഉൾപ്പെടെയുള്ള സംഘം പുഴയിലെ മൺകൂനയിലേക്ക്. കരയിൽ നിന്ന് 132 മീറ്റർ അകലെ മൺകൂനയോട് ചേർന്നാണ് ഐബോർഡ് പരിശോധനയിൽ ഏറ്റവും ശക്തമായ സിഗ്നൽ ലഭിച്ചത്. ഇവിടം കേന്ദ്രീകരിച്ചായിരുന്നു തിരച്ചിൽ. ഒഴുക്കും അടിയൊഴുക്കും ആഴവും തിരിച്ചറിയാൻ മാൽപേയുടെ ആദ്യ ഡൈവ്. രണ്ടാമത് ഡൈവ് ചെയ്തത് 15 മിനിറ്റിന്റെ ഇടവേളയിൽ. കയർ ബന്ധിക്കാനുള്ള സ്ഥലം ഉറപ്പിച്ച് തിരികെ കയറി. പക്ഷേ മൂന്നാമത്തെ ഡൈവ് കണക്കുകൂട്ടിയതുപോലെ ആയില്ല. ശക്തമായ അടിയൊഴുക്ക് മാൽപേയുടെ സുരക്ഷയ്ക്കുള്ള കയറിന്റെ കെട്ടഴിച്ചു. ഒഴുക്കിൽപ്പെട്ട മാൽപേ ആശങ്കയുടെ മിനിറ്റുകൾ കടന്ന് 100 മീറ്റർ മാറിയാണ് പൊങ്ങിയത്. പിന്തുണയുമായി ഒപ്പമുണ്ടായിരുന്ന നാവികസംഘം മാൽപേയെ രക്ഷിച്ച് മൺതിട്ടയിലെത്തിച്ചു. പിന്മാറാൻ തയ്യാറാകാതിരുന്ന ഈശ്വർ മാൽപേ 7 തവണ ഗംഗാവാലിയിൽ ഊളിയിട്ടു. പക്ഷേ അർജുനിലേക്കോ അർജുന്റെ ലോറിയിലേക്കോ വെളിച്ചം വീശുന്ന സൂചനകളൊന്നും ലഭിച്ചില്ല. പുഴയുടെ അടിത്തട്ടിൽ അടിഞ്ഞുകൂടിയ മരങ്ങളും പാറകളും ചെളിയുമെല്ലാം വെല്ലുവിളിയെന്ന് MLA സതീഷ് കൃഷ്ണ സെയിൽ. He has made 4 lines. Almost he has completing, but because of water speed, he also cannot reach. For that, we are trying to make this alternate arrangement if possible. മാർക്ക് ചെയ്ത മുഴുവൻ സ്ഥലവും ഇന്ന് പരിശോധിച്ചു. ഇരുട്ടിന് കനം വെച്ചതോടെയാണ് മാൽപേ സംഘം കരയ്ക്കു കയറിയത്. ദൌത്യം അവസാനിപ്പിക്കില്ലെന്ന് സ്ഥലത്തെത്തിയ മന്ത്രി AK ശശീന്ദ്രൻ. ഇതുവരെയും നാം ആശിച്ച വിധത്തിലുള്ള പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഒരു സംഭവം നടക്കുമ്പോൾ അതിനകത്ത് പ്രവർത്തിക്കുന്നവരെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു നിലപാടും കേരളത്തിന്റെ ഭാഗത്തുണ്ടാക്കി. പ്രതികൂല സാഹചര്യത്തിലും പുഴയിലിറങ്ങാൻ ഒരാൾ തയ്യാറായതിൽ ആശ്വാസമെന്ന് അർജുന്റെ ബന്ധു ജിതിൻ. പ്രതീക്ഷയ്ക്കുള്ള ഒരു വക തന്നെ ഇവിടെ ഉണ്ട്. ഇന്ന് അവരിറങ്ങിയ മുതൽ തന്നെ ഞാൻ ഈ സ്പോട്ടിൽ തന്നെ ഉണ്ട്, എല്ലാം വീക്ഷിക്കുന്നുണ്ട്. നമുക്ക് സാഹചര്യം അനുകൂലമാകട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. സ്പോട്ട് 4-ൽ തന്നെയാണ് ലോറി ഉണ്ടാകാൻ ഏറ്റവും സാധ്യതയെന്ന് ഡ്രോൺ പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയ റിട്ടയർഡ് മേജർ M ഇന്ദ്രബാലൻ. ലോറിക്ക് ഭാഗികമായി തകരാർ സംഭവിച്ചിട്ടുണ്ടാകാം. ചെളിയിൽ പൂഴുന്ന നിലയിലാണ്. ലോറിയിൽ മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും വിദഗ്ധ സംഘത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. അതിശക്തമായ അടിയൊഴുക്കുള്ളപ്പോൾ പുഴയിൽ തിരച്ചിൽ തുടരുന്നത് സുരക്ഷിതമല്ലെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. ഈ സാഹചര്യത്തിൽ ഡ്രഡ്ജിംഗ് സാധ്യതയും ദൌത്യസംഘം തേടുന്നുണ്ട്. ഫ്ലോട്ടിംഗ് പോൺടൂൺ എത്തിക്കാൻ ഇന്നലെ തീരുമാനിച്ചിരുന്നുവെങ്കിലും നടപ്പായില്ല. ടീം 24 ഷിരൂർ. ഗംഗാവലി പുഴയിലെ കുത്തൊഴുക്കിൽ തിരച്ചിൽ അതീവ ദുഷ്കരമെന്ന് റിട്ടയർഡ് മേജർ ജനറൽ M ഇന്ദ്രബാലൻ.
പുഴയിൽ ട്രക്ക് കിടക്കുന്ന ആഴത്തിലേക്ക് പോകാൻ നിലവിലെ ഒഴുക്കിൽ സാധിക്കുമെന്ന് കരുതുന്നില്ല. ശക്തിയേറിയ കാന്തം ഉപയോഗിച്ച് ട്രക്ക് കണ്ടെത്താനുള്ള സാധ്യത പരിശോധിക്കണമെന്നും ഡ്രോൺ പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയ ഇന്ദ്രബാലൻ 24-നോട് പറഞ്ഞു. അവിടെ നമുക്ക് വി ക്യാൻ ഡ്രോപ്പ് എ മാഗ്നറ്റ്, ഒരു മാഗ്നറ്റ് ഡ്രോപ്പ് ചെയ്തിട്ട് അതിനൊരു കയറ് കെട്ടിയിട്ട് ഒരു സ്ട്രോങ് മാഗ്നറ്റ് കൊണ്ടുവരണം. 500 ഗ്രാംസും കിട്ടുന്നുണ്ട്, 1 kg മാഗ്നറ്റ്സ് കിട്ടുന്നുണ്ട്. അതിന് ഇറക്കിയാൽ അത് പോയിട്ട് നമ്മുടെ ഈ ലോഹഭാഗത്തിന് പോയി പിടിക്കും. നമുക്കൊരു ഗൈഡ് റോപ്പ് മാത്രമായിട്ട് അതിനെ യു ഷുഡ് നോട്ട് യൂസ് ഇറ്റ് ആസ് എ സപ്പോർട്ട്. ഒരു ഗൈഡ് റോപ്പുമായിട്ട് ആ മാഗ്നറ്റ് റോപ്പിനെ ഉപയോഗിച്ചിട്ട് അതിനൊരു കൈ കൊണ്ട് പിടിച്ചിട്ടോ അല്ലെങ്കിൽ അതിനെ നമ്മുടെ എവിടെയെങ്കിലും ബോഡി പാർട്ടിൽ ടച്ച് ചെയ്തിട്ട് സ്വിമ്മിങ് ചെയ്ത് പോവുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ ആ ബോഡിയോട്ട് പോവാണ്. അല്ലെങ്കിൽ വെള്ളത്തിന് താഴെ പോയി കഴിഞ്ഞാൽ യു ആർ ജസ്റ്റ് ഫ്ലോയിങ് വിത്ത് ദ വാട്ടർ, എങ്ങോട്ട് പോകണമെന്ന് തന്നെ അറിയില്ല. കനത്ത മഴയെയും കുത്തിയൊലിച്ചു വരുന്ന ഗംഗാവലി പുഴയെയും വെല്ലുവിളിച്ചാണ് രക്ഷാദൗത്യം പുരോഗമിക്കുന്നത്. അർജുനെ കണ്ടെത്താൻ സാധ്യമായതെല്ലാം ചെയ്യുകയാണ് സംവിധാനങ്ങൾ. മണിക്കൂറിൽ 13 കിലോമീറ്റർ വേഗത്തിൽ ഒഴുകി വരുന്ന ഗംഗാവലിയിൽ ഈശ്വർ മാൽപെ സ്വന്തം ജീവൻ പണയം വെച്ച് തെരച്ചിൽ നടത്തിയിട്ടും ശുഭസൂചനകൾ ഒന്നും ലഭിച്ചിട്ടില്ല. ആഴത്തിലേക്കുള്ള തെരച്ചിലിന് ഇനി എന്താണ് സാധ്യതകളെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ഷിരൂരിൽ നിന്ന് അരുൺ പൂപ്പാറമ്പൈ ശ്രീകാന്ത് വിവരങ്ങൾ നൽകും. അരുൺ, ഇന്നിപ്പോൾ തെരച്ചിലിൽ ചില ഉദ്യമങ്ങൾ, ചില നീക്കങ്ങൾ ഉണ്ടായി എന്നതൊഴിച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ നിരാശ തന്നെയാണ്. നാളെയും ഈ മുങ്ങൽ വിദഗ്ധർ അവിടെ ഉണ്ടാകുമോ? അവരുടെ സുരക്ഷ ഒരു പ്രശ്നമാണ്. ഇപ്പോൾ വിദഗ്ധരൊക്കെ പറയുന്നത് ഇത്രയും വെള്ളത്തിലേക്ക് ഒരാൾ പോകുന്നത് അതീവ ദുഷ്കരമാണ്, റിസ്ക്കാണ്. അപ്പോൾ അത്തരമൊരു തെരച്ചിലിന് അനുമതി കൊടുക്കുന്നത് എങ്ങനെയാണെന്നൊക്കെയുള്ള ചോദ്യം ഉയരുന്നുണ്ട്. അപ്പോൾ നാളെ എന്തായിരിക്കും പ്ലാൻ? വിജയകുമാർ, രക്ഷാദൗത്യത്തിന്റെ 12-ാം ദിവസത്തിലും നിരാശപ്പെടുത്തുന്ന വാർത്ത തന്നെയാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്. കരയിൽ നിന്നും ഗംഗാവലി പുഴയുടെ കരയിൽ നിന്നും 132 മീറ്റർ അകലെയുള്ള ആ വലിയ മൺകൂനക്ക് സമീപം 4-ാമത്തെ ഒരു പോയിന്റ് നമ്മൾ കൃത്യമായി അവിടെ ലോറിയുടെ സാന്നിധ്യമുണ്ടെന്ന് സ്ഥിരീകരിച്ചിരുന്നു. അതിൻ്റെ ആ നിർണായകമായിട്ടുള്ള തെരച്ചിൽ നടപടികളാണ് ഇന്ന് നടന്നത്. ഒരു ഘട്ടത്തിൽ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയിൽ നേവി സംഘത്തിന് പോലും ഈ ഗംഗാവലി പുഴയുടെ അടിത്തട്ടിലെത്തി പരിശോധിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമുക്ക് ഈ ലോറിയുടെ സാന്നിധ്യം ആ മേഖലയിൽ സ്ഥിരീകരിച്ചിട്ട് പോലും നമുക്ക് ഈ അടിയൊഴുക്ക്, ശക്തമായ അടിയൊഴുക്ക് കാരണം നേവി സംഘത്തിന് തെരച്ചിൽ നടത്താൻ സാധിച്ചിരുന്നില്ല. എന്നാൽ ഇന്ന് ഈ ഈശ്വർ മാൽപെ എന്ന് പറയുന്ന ഈ മുങ്ങൽ വിദഗ്ധൻ, കർണാടകയിൽ തന്നെ പ്രമുഖനായിട്ടുള്ള മുങ്ങൽ വിദഗ്ധൻ ഈ ഷിരൂരിലെത്തുന്നു. അവരുടെ 8-അംഗ സംഘം വളരെ ധൈര്യപൂർവ്വം ജില്ലാ ഭരണകൂടത്തോട് ആ ദൗത്യം ഏറ്റെടുക്കാമെന്ന് അവർ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഔദ്യോഗികമായിട്ടുള്ള അനുമതിയൊന്നും നേവിയുടെ ഭാഗത്തൊന്നും ഇല്ലെങ്കിൽ പോലും അവർ ആ ദൗത്യം ഏറ്റെടുത്ത് അവർ ആ രക്ഷാപ്രവർത്തനത്തിൽ പുഴയുടെ അടിത്തട്ടിലുള്ള പരിശോധന ഉൾപ്പെടെ നടത്തി. പക്ഷേ നിരാശ തന്നെയാണ് ഫലം. 10-ലധികം തവണ ഡൈവ് ചെയ്തു. അതായത് അതിനുശേഷം അവിടെ ഉണ്ടായിരുന്നവർക്ക് കൈമാറിയിട്ടുള്ള വിവരങ്ങൾ ശക്തമായ അടിയൊഴുക്കുണ്ട്, പിടിച്ചു നിൽക്കാൻ പോലും കഴിയാത്ത അടിയൊഴുക്കുണ്ട്, ഹുക്ക് ചെയ്ത ഈ റോപ്പ് പോലും പൊട്ടിപ്പോകുന്ന രീതിയിലേക്കുള്ള അടിയൊഴുക്ക് നിലവിലുണ്ട്. ഇന്ന് പൊതുവെ മഴ മാറി നിന്നെങ്കിൽ പോലും ഈ അടിയൊഴുക്കിന് വലിയ കുറവുണ്ടായിരുന്നില്ല. 6 നോട്ടിലധികം ഇന്നും അടിയൊഴുക്ക് ഗംഗാവലിയിൽ ഉണ്ടായിരുന്നു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ അതീവ ദുഷ്കരമായിരിക്കും ഇനിയുള്ള രക്ഷാപ്രവർത്തനവും. ഇത് ഇന്നത്തെ രക്ഷാദൗത്യത്തിന് ശേഷം അതിൻ്റെ നടപടികൾക്ക് ശേഷം സ്ഥലം MLAയും ജില്ലാ കളക്ടർ ഉൾപ്പെടെ അതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരുന്നു. അവർ പറയുന്നത് നിലവിൽ അതീവ ദുഷ്കരമായാണ് ഈ രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. ഈ പുഴയിലെ അടിത്തട്ടിലെ ഈ നിലവിലുള്ള തെരച്ചിൽ അവരുടെ ജീവന് പോലും ആപത്താണ്. അത്തരമൊരു സ്ഥിതിയിലാണ് നിലവിലെ പുഴയുടെ ഒരു അടിയൊഴുക്കും അതിൻ്റെ ഒരു അടിത്തട്ടിലുള്ള കല്ല്, മണ്ണുൾപ്പെടെ ചെളി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അങ്ങനെ പ്രതികൂലമായിട്ടുള്ള സ്ഥിതിയാണ് നിലവിലും തുടരുന്നത്. വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഈശ്വർ മാൽപെയുടെ സംഘം, 8-അംഗ സംഘം നിലവിൽ ഷിരൂരിൽ നിന്ന് അവർ മടങ്ങിയിട്ടില്ല. അവരിവിടെ തുടരുന്നുണ്ട്. പക്ഷേ അവർ നാളെ ഈ രക്ഷാപ്രവർത്തനത്തിൽ നാളെ ഉണ്ടാകുമോ, അവരുടെ തെരച്ചിൽ നാളെ തുടരുമോ എന്ന കാര്യത്തിൽ നിലവിൽ ജില്ലാ ഭരണകൂടം വ്യക്തത വരുത്തിയിട്ടില്ല. ഒരുപക്ഷേ അവർക്ക് നാളെ അനുമതി ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇന്ന് തന്നെ നേവി സംഘം അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ജില്ലാ ഭരണകൂടത്തിനോട് ഉൾപ്പെടെ പറഞ്ഞിരുന്നു. അതിൽ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന വിദഗ്ധരൊക്കെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ രക്ഷാദൗത്യം എന്ന പേരിൽ നമ്മളിപ്പോൾ നടത്തുന്ന ഈ പുഴയിലെ തെരച്ചിലിലേക്ക് വീണ്ടും ആളുകളുടെ ജീവൻ അപകടത്തിലാക്കുന്ന തരത്തിൽ അങ്ങനെ
ഈ ആഴത്തിലുള്ള ഡൈവിങ്ങിന് അനുവാദമില്ല, ജില്ലാ ഭരണകൂടം അതിന് അനുമതി നൽകില്ലെന്ന് രാവിലെ കളക്ടർ തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ അനുമതിയൊന്നുമില്ലാതെ ഇറങ്ങുക, അതിന് സാക്ഷ്യം വഹിച്ച് കളക്ടർ അവിടെയുണ്ട്, SP അവിടെയുണ്ട്. അപ്പോൾ ഇന്ന് ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് താഴേക്ക് ഒഴുകിപ്പോകേണ്ടി വന്നു. എന്തുമാകട്ടെ, അപ്പോൾ ഇത്രയും റിസ്ക്കുള്ള ഒരു ഉദ്യമത്തിൽ നാളെയും അതിന് അനുവാദം കൊടുക്കുമോ എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. അതിലൊരു കോൾ എടുക്കേണ്ടത് ആരായിരിക്കും അതിലൊരു തീരുമാനം എടുക്കുക? ആ നിലയ്ക്കുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ കൂടുതൽ സൗകര്യങ്ങളൊക്കെ അവിടെ ഒരുക്കണമല്ലോ. അതിലൊക്കെ നീക്കങ്ങൾ വല്ലതും ഈ വൈകുന്നേരം കാണുന്നുണ്ടോ? വിജയകുമാർ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ റിസ്ക് ആണ്. അതായത് ഇന്നൊരു പരീക്ഷണമായിരുന്നു. അതിൽ ഔദ്യോഗികമായിട്ടുള്ള നേവി സംഘത്തിൻ്റെ അനുമതി ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ നേവിയുടെ സുരക്ഷാ കവചം അവർ ഒരുക്കിയിരുന്നു. അവരുടെ ബോട്ടുകൾ, അവരുടെ ആ സംഘം അവിടെ നിലയുറപ്പിച്ചിരുന്നു. ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രതിനിധികൾ ഈ രക്ഷാദൗത്യം നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഇതൊരു പരീക്ഷണമാണ്, അദ്ദേഹം ധൈര്യപൂർവ്വം അത് ഏറ്റെടുത്തപ്പോൾ അതിന് ആ രീതിയിൽ അനുമതി നൽകി എന്നതിനപ്പുറത്തേക്ക് ഇനിയിപ്പോൾ നാളെ എത്തുമ്പോൾ ഇപ്പോൾ വിദഗ്ധ അഭിപ്രായം ഉൾപ്പെടെ ഇതിൽ പുറത്തു വരുന്നുണ്ട്. നിലവിൽ നമുക്കറിയാം ഒരു മനുഷ്യ സഹജമായൊരു ഒരു 3 നോട്ട് വരെയൊക്കെ ഇതിൽ അടിയൊഴുക്കിൻ്റെ ശക്തി ഉണ്ടായാൽ പോലും ഇതിൽ വൈദഗ്ധ്യം ലഭിച്ചവർക്ക് അതിൽ അടിത്തട്ടിലെത്തി ഇത്തരം പരിശോധന നടത്താൻ സാധിച്ചേക്കാം. പക്ഷേ ഇപ്പോൾ നിലവിൽ ഈ 6ന് മുകളിൽ ഈ നോട്ട് തുടരുകയാണ്. മഴ മാറി നിൽക്കുമ്പോൾ പോലും ഈ അടിയൊഴുക്കിന് എന്തെങ്കിലും ഒരു കുറവുണ്ടാവുന്നില്ല. അതോടൊപ്പം തന്നെ ഈ പുഴയുടെ അടിയിൽ മണ്ണിടിച്ചിലിനെ തുടർന്നുണ്ടായിട്ടുള്ള വലിയ ഈ കല്ലും അത് ഈ രക്ഷാപ്രവർത്തനത്തിന് ശേഷം, ഈ തെരച്ചിലിന് ശേഷം അവർ തന്നെ, ഈ സംഘം തന്നെ വ്യക്തമാക്കിയതാണ്. അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നാളെ അവരുടെ രക്ഷാപ്രവർത്തനം, അവരുടെ തെരച്ചിൽ തുടരാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാൽ അത് പൂർണ്ണമായി സ്ഥിരീകരിച്ചിട്ടില്ല. ജില്ലാ ഭരണകൂടമാണ് അതിലൊരു സ്ഥിരീകരണം നടത്തേണ്ടത്. അവർ അങ്ങനെ ഒരു റിസ്ക് നിലവിൽ നേവി സംഘം ഉൾപ്പെടെ, വിദഗ്ധ സംഘം ഉൾപ്പെടെ ഇത്തരത്തിൽ അതിൽ ഒരു റിസ്ക് എലമെന്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ അത് ഏറ്റെടുത്തുകൊണ്ട് ജില്ലാ ഭരണകൂടം ആ തീരുമാനത്തിലേക്ക് പോകുമോ എന്ന കാര്യത്തിൽ നിലവിൽ സംശയമുണ്ട്. സ്ഥലം MLA ഇതിൽ ഈ ഡ്രിഡ്ജർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എത്തിച്ച് തെരച്ചിൽ നടത്തുമെന്ന് നേരത്തെ പ്രതികരിച്ചിരുന്നെങ്കിൽ പോലും അതിലും നിലവിൽ എന്തായാലും ഒരു വ്യക്തത വന്നിട്ടില്ല. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഈ ശിരൂരിലെ രക്ഷാദൗത്യം അതീവമായിട്ടുള്ള സങ്കീർണമായ പ്രതിസന്ധിയിൽ നിലനിൽക്കുകയാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ് എന്ന കാര്യത്തിൽ നിലവിലൊരു ക്ലാരിറ്റി ഇല്ലാതെ ആവുന്നു എന്നതാണ് നമ്മളെ ദൗർഭാഗ്യകരവും സങ്കടപ്പെടുത്തുന്ന കാഴ്ച. ഇത് 12ാം ദിനത്തിലും നമ്മൾക്കത് ആ വിവരങ്ങൾ തന്നെയാണ് പങ്കുവെക്കാനുള്ളത്. ഒരുപക്ഷെ നാളെ എന്തെങ്കിലും കൂടുതൽ സംവിധാനങ്ങൾ എത്തിക്കുമോ എന്ന കാര്യത്തിൽ അല്പസമയത്തിനകം നമുക്ക് ശരി. ഇന്നലെയൊക്കെ നമുക്ക് വൈകുന്നേരം ആയപ്പോഴേക്കും നാളെ എന്തൊക്കെ നീക്കങ്ങൾ എന്നത് സംബന്ധിച്ച് വിവരം കിട്ടിയിരുന്നു. ഇന്ന് പക്ഷേ അത്തരം വിവരങ്ങളൊന്നും കിട്ടുന്നില്ല. എന്താണ് ഈ ദൗത്യത്തിന്റെ ഭാവി? എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകുക? ഇപ്പോൾ അതിനൊരു അനിശ്ചിതത്വമുണ്ട്. പുഴയിൽ മുങ്ങിയിട്ടും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. നേരത്തെ സിഗ്നൽ ലഭിച്ച ഭാഗത്തൊക്കെ വലിയ തോതിൽ മണ്ണും പാറയും കല്ലും മരങ്ങളും ഒക്കെ വന്ന് അടിഞ്ഞിട്ടുണ്ട്. അതിനടിയിലാണ് ഈ വാഹനമെങ്കിൽ അതെങ്ങനെ കണ്ടെത്തും, എങ്ങനെ ഡ്രഡ്ജ് ചെയ്യും എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. അപ്പോൾ നാളെയും ഇതേ കണ്ടീഷനിൽ എങ്ങനെ ഒരാളെ ആഴത്തിലേക്ക് ഇറക്കി വിടും? അതിന് നിയമപരിരക്ഷയുണ്ടോ എന്നതുപോലുമുള്ള ചോദ്യം ഉയരുന്നുണ്ട്. അപ്പോൾ പ്രതിസന്ധിയുണ്ട്, അനിശ്ചിതാവസ്ഥയുണ്ട്. അത് ജില്ലാ ഭരണകൂടം അത് വിശദീകരിക്കട്ടെ. അർജുന് വേണ്ടി ഗംഗാവലി പുഴയിൽ തെരച്ചിൽ നടത്താൻ സ്വമേധയാ രംഗത്തെത്തിയ ഈശ്വർ മൽപേ ആരാണ്? മത്സ്യബന്ധന ബോട്ടുകൾക്ക് കുടിവെള്ളം വിതരണം ചെയ്യുന്ന ഈ 48-കാരൻ കർണാടകയിലെ ദുരന്തമുഖങ്ങളിലെല്ലാം രക്ഷാദൗത്യത്തിന് ഓടിയെത്താറുണ്ട്. മാൽപ്പയുടെ കഥ അറിയാം. ഈശ്വർ മാൽപേ, 48 വയസ്സ്. ഗംഗാവലി നദിയിലെ കുത്തൊഴുക്കിനെ അവഗണിച്ച് തെരച്ചിലിനെത്തിയ വ്യക്തിയെ പേര് പോലെ തന്നെ ഈശ്വരതുല്യനായി തന്നെയാണ് കർണാടകത്തിലുള്ളവർ കാലങ്ങളായി കണക്കാക്കുന്നത്. സ്വന്തം ജീവൻ തൃണവൽക്കരിച്ച് പുഴയിലും കടലിലുമൊക്കെ മുങ്ങിത്താഴുകയായിരുന്ന 20-ലധികം പേരെയാണ് ഈശ്വർ മാൽപേ രക്ഷിച്ചിട്ടുള്ളത്. 200-ലധികം പേരുടെ മൃതദേഹങ്ങൾ കരക്കെത്തിച്ചിട്ടുമുണ്ട്. മത്സ്യബന്ധന ബോട്ടുകൾക്ക് കുടിവെള്ളം എത്തിക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരുന്ന ഈശ്വർ മാൽപേ ബീച്ചിനടുത്ത് തന്റെ അമ്മയ്ക്കും ഭാര്യയ്ക്കും 3 കുട്ടികൾക്കുമൊപ്പമാണ് കഴിയുന്നത്. ഈശ്വറിന്റെ 3 കുട്ടികളും അംഗപരിമിതരാണ്. കൂട്ടത്തിൽ കുറച്ചെങ്കിലും മെച്ചപ്പെട്ട സ്ഥിതിയിലുള്ള 7 വയസ്സുകാരിയായ ബ്രഹ്മിക്ക് നടക്കാനെങ്കിലുമാകാൻ ഈശ്വരന്റെ അനുഗ്രഹമുണ്ടാകാനാണ് ഈശ്വർ മാൽപേ ഈ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നത്. നിസ്വാർത്ഥമായ ഈശ്വരന്റെ പ്രവർത്തനങ്ങൾക്ക് ഭാര്യയുടെ പൂർണ്ണ പിന്തുണയാണുള്ളത്.
തന്റെ ജോലിയുടെ കൃത്യതയും സാങ്കേതികത്വങ്ങളും മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഈശ്വർ മാൽപേ സ്കൂബ ഡൈവിംഗിൽ പ്രത്യേക പരിശീലനം നേടിയിട്ടുണ്ട്. വെള്ളത്തിൽ ചാടി ആത്മഹത്യയ്ക്കൊരുങ്ങിയ നിരവധി പേരെ മാൽപേ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നിട്ടുണ്ട്. കാർവാറിലും പരിസരങ്ങളിലും ആരെങ്കിലും അപകടത്തിൽപ്പെട്ടാൽ പോലീസ് ആദ്യം വിളിക്കുന്നത് ഈശ്വറിനെയാണ്. വെള്ളത്തിനടിയിൽ 3 മിനിറ്റ് സമയത്തോളം ഈശ്വറിന് ശ്വാസം പിടിച്ചു നിൽക്കാനാകും. ഓക്സിജൻ കിറ്റ് കൂടാതെ തന്നെ പല മൃതദേഹങ്ങളും ഈശ്വർ മാൽപേ കരക്കെത്തിച്ചിട്ടുമുണ്ട്. പല സന്നദ്ധ സംഘടനകളും മാൽപേയുടെ പ്രവർത്തനങ്ങൾക്കായി ഓക്സിജൻ കിറ്റുകളടക്കം ജീവൻ രക്ഷാ ഉപകരണങ്ങൾ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. റിസർച്ച് ഡെസ്ക് 24. അപ്പോൾ നമ്മൾ വീണ്ടും ഷിരൂരിലേക്ക് തന്നെയാണ്. ശ്രീകാന്ത് വിശദാംശങ്ങളുമായി ചേരുന്നു. ശ്രീകാന്ത്, ഇന്നിപ്പോൾ നടത്തിയ തെരച്ചിലിൽ ഈ ഈശ്വർ മാൽപേ വെള്ളത്തിൻ്റെ ആഴങ്ങളിൽ കണ്ടത് പാറയും മണ്ണും മരങ്ങളും ഒക്കെ വീണ് കിടക്കുന്നതാണ്. അപ്പോൾ അതിനടിയിൽ അർജുൻ്റെ ലോറി, അതിൻ്റെ ക്യാബിനൊക്കെ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുക, അതിലേക്ക് എത്തുക എന്നത് ഇനിയിപ്പോൾ ഒരു മുങ്ങൽ വിദഗ്ധന് കഴിയുന്നതല്ല. അതിന് ആ മണ്ണ് നീക്കം ചെയ്യണം, അവിടെ ഡ്രഡ്ജിങ് തന്നെ വേണ്ടി വരും. അപ്പോൾ ഇപ്പോഴത്തെ നിലയിൽ അതിന് പറ്റുന്ന ഒരു സാഹചര്യവും അവിടെ ഇല്ല. എന്തായിരിക്കും ഇനി ചെയ്യാൻ പോകുന്നത്? ഇപ്പോൾ കാർവാർ MLA യും SP യും ഒക്കെയാണല്ലോ, അല്ലെങ്കിൽ ഉത്തര കന്നഡ കളക്ടറും ഒക്കെയാണല്ലോ നമ്മളോട് കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. അവർക്ക് എന്തെങ്കിലും ഇക്കാര്യത്തിൽ ഒരു സൊല്യൂഷൻ മുന്നോട്ട് വയ്ക്കാനുണ്ടോ? ഞാൻ ഇന്ന് ആ സ്ഥലത്ത് പോയിരുന്നു, വൈകുന്നേരം പോയിരുന്നു. ഈ ഈശ്വർ മാൽപേ അവിടെ തെരച്ചിൽ നടത്തുന്നത് ഞാൻ കണ്ടതുമാണ്, നേരിട്ട് കണ്ടതുമാണ്. അപ്പോൾ അതിൽ നിന്ന് ഇനിയും ഈ സത്യം മറച്ചു വെച്ച് വലിയ പ്രതീക്ഷ കൊടുത്തിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇനിയെങ്കിലും അത് നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറായേ തീരൂ. ഈ രക്ഷാദൗത്യം എന്ന് പറയുന്നത്, നിലവിൽ നടക്കുന്ന തെരച്ചിൽ എന്ന് പറയുന്നത് വലിയ അനിശ്ചിതത്വത്തിലാണ്, ഒരു സംശയവും വേണ്ട. വലിയ പ്രതിസന്ധി അക്കാര്യത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഇന്നിവിടെയുള്ള ഒരു ഉദ്യോഗസ്ഥർക്കും ഒരു ജനപ്രതിനിധികൾക്കും കൃത്യമായ ഒരു ധാരണയുമില്ല. അതാണ് അവിടെ നിന്നപ്പോൾ മനസ്സിലായത്. അത് തന്നെയാണ് സത്യവും. ഇനിയും നമ്മളത് പറയാതെ മറച്ചു വെച്ച് പ്രതീക്ഷ നൽകിയിരുന്നിട്ട് വലിയ കാര്യമുണ്ടെന്നും തോന്നുന്നില്ല. ഇന്ന് ഈശ്വർ മാൽപേ വന്നു. അദ്ദേഹത്തിൻ്റെ വലിയ മനസ്സ്, അതിനെ നമ്മൾ അംഗീകരിക്കുന്നു. അദ്ദേഹം ഉച്ച മുതൽ പലരും ഇറങ്ങാൻ മടിച്ച വലിയ സാധ്യതകളില്ല എന്ന് പറഞ്ഞിരുന്ന ആ പുഴയിലേക്ക് അദ്ദേഹം എടുത്തു ചാടി. അദ്ദേഹം ചില പരിശ്രമങ്ങൾ നടത്തി എന്നുള്ളതേ ഉള്ളൂ. അദ്ദേഹത്തിന് അടിത്തട്ടിലേക്ക് പോകാൻ സാധിച്ചില്ല, ആഴങ്ങളിലേക്ക് ഊളിയിട്ടിറങ്ങാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല, ആശ്വാസകരമായ ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല. ശ്രമം വിഫലമായി. അത് ആ MLA യും സ്ഥിരീകരിക്കുകയും ചെയ്തു. കാർവാർ MLA യും അത് സ്ഥിരീകരിച്ചു. ആകെ കണ്ടത് കുറേ ചെളിയും മണ്ണും അതോടൊപ്പം മരക്കുറ്റികളും ഒക്കെയാണ്. അതിനപ്പുറത്തേക്കൊന്നും കിട്ടിയില്ല. വലിയ കൂനയായി ഇതിങ്ങനെ കിടക്കുകയാണ്. അതിനടിയിൽ ലോറി ഉണ്ടെങ്കിൽ പോലും അത് വീണ്ടെടുക്കുക എന്നുള്ളത്, അതൊന്ന് കണ്ടെത്തുക എന്നുള്ളത് പോലും വലിയ പരിശ്രമമാണ്. അത് ഇന്നത്തെ അവസ്ഥയിൽ സാധ്യമല്ല. അത് അംഗീകരിച്ചേ തീരൂ. അത് തന്നെയാണ് ഈശ്വർ മാൽപേയും ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ടുള്ളത്. ഈശ്വർ മാൽപേ ഇനി അഥവാ അദ്ദേഹത്തിൻ്റെ ചങ്കുറപ്പും അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസവും ഒക്കെ തന്നെ വിചാരിച്ചാലും ആ ഗംഗാവാലി നദി അതിനെ അനുവദിക്കില്ല. അത്ര കണ്ട് അടിയൊഴുക്കാണ് അവിടെയുള്ളത്. അതിശക്തമായ അടിയൊഴുക്കുണ്ട്. എടുത്തുകൊണ്ട് പോവുകയാണ് ഈശ്വർ മാൽപേ ഓരോ തവണ ഇറങ്ങുമ്പോഴും. അത് നേവി സംഘം അവിടെ നിലയുറപ്പിച്ചിരുന്നു. നേവി ഇറങ്ങാതിരുന്നത് അവർക്കിത് മുങ്ങിത്താഴുന്നതിനോ മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ടല്ല, പക്ഷേ ഇറങ്ങുമ്പോൾ എന്തെങ്കിലും ഒരു ഉപയോഗം ഉണ്ടാകണം, അതുണ്ടാകില്ല എന്ന് അവർക്ക് ഉറപ്പായിരുന്നു. ഏറെക്കുറെ ഇന്ന് നമ്മൾ ഈശ്വർ മാൽപേയുടെ കാര്യത്തിലും കണ്ടത് അത് തന്നെയാണ്. ഇനി ഈ ഈശ്വർ മാൽപേ വന്നതുപോലും കാർവാർ MLA എന്ന് പറയുന്ന സതീഷ് കൃഷ്ണസേലിന്റെ ഒറ്റ ഒരാളുടെ നിർബന്ധ ബുദ്ധി കൊണ്ട് മാത്രമാണ്. ഒരു തവണ കൂടി ശ്രമിച്ചു നോക്കാം എന്ന് അദ്ദേഹം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഈശ്വർ മാൽപേയെ കൊണ്ടുവന്നത്. ഈ ഈ ഉദ്യോഗസ്ഥ വൃന്ദത്തിന് അതിനോട് താല്പര്യമില്ലായിരുന്നു. കാരണം അതിനവരെ കുറ്റം പറയരുത്, അവരുടെ റിസ്ക് ആണ്. ഇങ്ങനെ ഒരാൾ ഇറങ്ങി എന്തെങ്കിലും അപകടം പറ്റിപ്പോയാൽ അത് അവർക്ക് വലിയ റിസ്ക് ആണ്, അവർ മറുപടി പറയേണ്ടി വരും. അതിനാലാണ് അവരതിനെ എതിർത്തത്. ഇനി ഫ്ലോട്ടിംഗ് പോണ്ടൂൺ വരുമോ എന്നൊരു ചോദ്യമുണ്ടായിരുന്നു. നാളെ വരുമെന്നൊക്കെ ചിലർ പറയുന്നു. പക്ഷേ കളക്ടറിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് കളക്ടർക്ക് അതിനോട് തീരെ താല്പര്യമില്ല, അത് എത്തില്ല, അത് കൊണ്ടുവരാൻ സാധ്യമല്ല. അത് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അവർ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. അത് എത്തിക്കുക, കൊണ്ടുവരിക അസാധ്യമാണെന്ന്. കാർവാർ MLA-ക്ക് പക്ഷേ അത് പറയാൻ സാധിക്കില്ല. രാഷ്ട്രീയമായി വലിയ പ്രഷറുണ്ട് അദ്ദേഹത്തിന്. KC വേണുഗോപാലിൻ്റെയും DK ശിവകുമാറിൻ്റെയും ഒക്കെ പ്രഷറുണ്ട്. അദ്ദേഹം അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. നടന്നാൽ നല്ലത്. രണ്ടാമത്തെ കാര്യം, ഒരു വലിയ ഡ്രഡ്ജർ കൊണ്ടുവന്ന് അതിന് ശ്രമിക്കും എന്നുള്ള ഒരു കാര്യം പറഞ്ഞിരുന്നു. ഒരിക്കലും നടക്കില്ല. കാരണം ഗംഗാവാലി ബ്രിഡ്ജും കൊങ്കൺ റെയിൽവേ ബ്രിഡ്ജും കടന്ന് ഇവിടേക്ക് അത് എത്തില്ല. കാരണം അത്ര വലിയ ബ്രിഡ്ജ്, അത്ര വലിയ ഈ ഡ്രഡ്ജർ കൊണ്ടുവരാൻ ആ ബ്രിഡ്ജിന്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും കഴിയില്ല എന്ന് MLA തന്നെ നമ്മളോട് പറയുകയും ചെയ്തു. അപ്പോൾ ഇനി അറിയേണ്ടത്
നാളെ ഒരു തവണ കൂടി ഈശ്വർ മാൽപ്പയ്ക്ക് അവസരം ഇപ്പോൾ കൊടുത്ത് നാളെ 9 ഒന്നുകൂടി മണിക്ക് ശ്രമിച്ചു ഈ നോക്കുമോ തെരച്ചിൽ എന്നാണ്. പുനരാരംഭിക്കുമെന്ന റിപ്പോർട്ടുകൾ കണ്ടിരുന്നു നേരത്തെ. അപ്പോൾ ഈ 9 മണിക്ക് തെരച്ചിൽ പുനരാരംഭിക്കുമെന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ ഡ്രോൺ പരിശോധന ഇനി പ്രസക്തമല്ല. ഡ്രോൺ പരിശോധനയിൽ കിട്ടാവുന്ന വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ മുങ്ങി ആഴത്തിലേക്ക് പോയി അതിലും കാര്യമായ പ്രയോജനം ഉണ്ടായില്ല. അപ്പോൾ 9 മണിക്ക് തെരച്ചിൽ പുനരാരംഭിക്കുമെന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പോൾ ഈ സാങ്കേതികമായ ജോലികളായിരിക്കുമോ അതോ ഈശ്വർ മാൽപ്പേ ടീം അവരെ വീണ്ടും നിയോഗിക്കുമോ? ഈശ്വർ മാൽപ്പേ ടീമിനെ നിയോഗിക്കുന്നതിൽ ഉദ്യോഗസ്ഥർ വലിയ എതിർപ്പുന്നയിക്കുന്നുണ്ട്. നേവി അടക്കം അത് പറയുന്നുണ്ട്. കാരണം അതിനെ തള്ളിക്കളയണ്ട, അവരുടെ ജീവൻ കൂടി ആപത്തിലാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട് ഇപ്പോൾ തന്നെ. കാരണം വലിയ ഒഴുക്കാണ്, ആ ഒഴുക്ക് കണ്ടേ തീരൂ. ഔദ്യോഗികമായി ഒരിക്കലും അതിനിറക്കി വിടാൻ ഉദ്യോഗസ്ഥർക്ക് സാധിക്കില്ല. പക്ഷേ MLA ഒറ്റയൊരാൾ, അദ്ദേഹത്തിന്റെ നിർബന്ധത്തിലാണ് ഇന്ന് ഈ മാൽപ്പേ ടീമിന് ഇറങ്ങാൻ സാധിച്ചത്. MLAയുടെ വാക്കിന്റെ പുറത്താണ് അവരിത് ചെയ്തത്. ഇന്ന് രാത്രി ഒരു മീറ്റിംഗ് കൂടിയുണ്ട്, അതിൽ തീരുമാനിക്കും മാൽപ്പേ ടീമിന് ഒരവസരം കൂടി കൊടുക്കണോ എന്ന്. ഇപ്പോഴത്തെ കളക്ടറുടെ നിലപാട് വെച്ച് കൊടുക്കാൻ സാധ്യതയില്ല. പക്ഷേ ജനപ്രതിനിധി എന്ന നിലയിൽ തന്റെ പവർ ഒരിക്കൽ കൂടി MLA ഉപയോഗിച്ചേക്കാം, അതിനുള്ള സാധ്യതയുമുണ്ട്. നമ്മുടെ മന്ത്രി ഇവിടെയുണ്ട്, ഒപ്പം 1-2 MLA കൂടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരും അതിനുവേണ്ടി ശ്രമിക്കും. അങ്ങനെയെങ്കിൽ മാൽപ്പേ ടീമിന് ഒരു തവണ കൂടി അവസരം കിട്ടും. ഈ നദി കേന്ദ്രീകരിച്ച് വിജയകുമാർ, സത്യസന്ധമായി പറഞ്ഞാൽ എന്ത് ചെയ്യാൻ ശ്രമിച്ചിട്ടും കാര്യമില്ല എന്നുള്ളതാണ് അവസ്ഥ. ഞാനിപ്പോൾ നിൽക്കുമ്പോൾ വീണ്ടും മഴ പെയ്യുന്നു. ഇവിടെ മഴ പെയ്യുന്നു എന്നതിനർത്ഥം ഷിരൂർ കുന്നുകളിൽ വൃഷ്ടിപ്രദേശങ്ങളിൽ വലിയ മഴയുണ്ട് എന്നുള്ളതാണ്. അത് തള്ളിക്കളയരുത്. അവിടെ നിന്നും ജലം കൂടുതലായി കുത്തിയൊലിച്ച് വരുന്നുണ്ട്. എന്ത് മാർഗം സ്വീകരിക്കും? ആ ചോദ്യത്തിന് ഉത്തരമില്ല. ഈ ഏറ്റവും ഒടുവിൽ MLAയുടെ ഒരൊറ്റയൊരാളുടെ മിടുക്കിൽ കൊണ്ടുവന്ന ഈശ്വർ മാൽപ്പയ്ക്കും ഇന്ന് കാര്യമായി ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അത് അദ്ദേഹത്തിന്റെ കുറ്റമല്ല, അത്രയധികം ഒഴുക്കാണ്. അദ്ദേഹം ചില സ്പോട്ടുകൾ പോയി കണ്ടു, പക്ഷെ ചെളിയാണ്, മണ്ണാണ്, മരമാണ് കിടക്കുന്നത്, കല്ലും ഒക്കെയാണ് കിടക്കുന്നത്. ശരി ശ്രീകാന്ത്, ഏതായാലും രാത്രിയിൽ ഉന്നത യോഗം നടക്കുന്നുണ്ട്, വിദഗ്ധരൊക്കെ അടങ്ങുന്ന ആ സംഘത്തിന്റെ യോഗം നടക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും നാളെ എന്ത് ചെയ്യണമെന്ന് തീരുമാനമെടുക്കുക. എന്തായാലും ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടത്തിന് ഇപ്പോൾ മാൽപ്പേ സംഘത്തെ നാളെ ഈ ദൗത്യം വീണ്ടും ഏൽപ്പിക്കുന്നതിനോട് വലിയ വിയോജിപ്പുണ്ടെന്ന് കേൾക്കുന്നു. നാവികസേനയും അക്കാര്യത്തിൽ അവരുടെ പ്രയാസങ്ങൾ, അതായത് ഇത് വളരെ റിസ്ക്കാണ്, അത് മറ്റു ചില അപകടങ്ങൾ ഉണ്ടാക്കുമെന്ന നാവികസേന അവരുടെ ഒരു വിലയിരുത്തലും ജില്ലാ അഡ്മിനിസ്ട്രേഷനെ അറിയിച്ചിട്ടുണ്ട്. ഇതിനെയൊക്കെ മറികടന്ന് ജനപ്രതിനിധി എന്ന നിലയിൽ MLAക്ക് ഇതിന് ദൗത്യത്തിന് അവരെ നിയോഗിക്കാൻ പറ്റുമോ എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട്. അക്കാര്യത്തിലൊരു തീരുമാനം വൈകാതെ ഉണ്ടാകും. ഷിരൂർ രക്ഷാ ദൗത്യത്തിൽ ഏവരുടെയും ആശ്രയ കേന്ദ്രമാണ് കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ. ആശങ്ക നിറഞ്ഞ ദിനങ്ങളിൽ ജനപ്രതിനിധി എന്ന നിലയിൽ MLAയുടെ ഇടപെടൽ ശ്രദ്ധിക്കപ്പെട്ടു. മാധ്യമങ്ങളെ വിലക്കിയപ്പോൾ അപകട സ്ഥലത്തെ കൃത്യമായ വിവരങ്ങൾ കൈമാറിയതും MLA തന്നെയായിരുന്നു. കർണാടക നിയമസഭാ സമ്മേളനം നടക്കുന്ന വേളയിലാണ് ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായത്. മലയാളിയായ അർജുൻ ഉൾപ്പെടെ 15ഓളം പേരെ കാണാതായെന്ന വേദനിപ്പിക്കുന്ന വിവരം പുറത്തുവന്നു. ആദ്യഘട്ട രക്ഷാപ്രവർത്തനത്തിൽ ജില്ലാ ഭരണകൂടത്തിന് വീഴ്ച സംഭവിച്ചുവെന്ന വിമർശനം. കർണാടക സർക്കാരിനെതിരെ വ്യാപക പ്രതിഷേധമുയർന്നു. ഇതിനിടെയാണ് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ സ്ഥലം MLAയായ സതീഷ് കൃഷ്ണ സെയിലിനെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നിയോഗിച്ചത്. നിയമസഭാ സമ്മേളനത്തിൽ അവധി നൽകി MLA ഷിരൂരിൽ ക്യാമ്പ് ചെയ്തു. പിന്നാലെ രക്ഷാദൌത്യം ഊർജിതമാക്കാൻ സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ആദ്യ ദിനങ്ങളിൽ തന്നെ ഇടപെട്ടു. And one thing I want to request Kerala government that Karnataka government, Siddaramaia's government, they are working by 24/27. ദുരന്തഭൂമിയിലേക്ക് മലയാള മാധ്യമങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയപ്പോൾ അനുദിനം കൃത്യമായ വിവരങ്ങൾ സതീഷ് കൃഷ്ണ സെയിൽ മാധ്യമങ്ങൾക്ക് കൈമാറി. കേരളത്തിൽ നിന്ന് ഷിരൂരിലെത്തിയ MLAമാരെ കൂട്ടിയോജിപ്പിച്ച് അർജുന്റെ കുടുംബത്തിന് ആശ്വാസം നൽകുവാനും കാർവാറിലെ ഈ ജനപ്രതിനിധി മുന്നിൽ നിന്നു. 24 ഷിരൂർ. ഇന്നത്തെ മറ്റു ചില പ്രധാന റിപ്പോർട്ടുകളിലേക്ക് കൂടി വാർത്താമഴ കടക്കുകയാണ്. ജമ്മു കാശ്മീരിലെ കുപ്വാരയിൽ സുരക്ഷാ സേനയ്ക്ക് നേരെ പാക് സൈന്യത്തിന്റെയും ഭീകരരുടെയും ആക്രമണം. ഒരു ജവാൻ വീരമൃത്യു വരിച്ചു. സൈന്യത്തിന്റെ ശക്തമായ തിരിച്ചടിയിൽ പാകിസ്ഥാൻ SSG കമാൻഡോ കൊല്ലപ്പെട്ടെന്നാണ് സൂചന. ഭീകര സാന്നിധ്യം കണ്ടെത്തിയ റിയാസിയിൽ സംയുക്ത സൈനിക നടപടിക്ക് നീക്കം തുടങ്ങി. ഇന്ന് പുലർച്ചെയോടെ ജമ്മു കശ്മീർ കുപ്വാരയിലെ മച്ചൽ സെക്ടറിലെ നിയന്ത്രണ രേഖയ്ക്ക് സമീപമാണ് ഭീകര സാന്നിധ്യം സേന തിരിച്ചറിയുന്നത്. തുടർന്ന് നടത്തിയ തിരച്ചിലിനൊടുവിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. ഏറ്റുമുട്ടലിൽ ഭീകരർക്കൊപ്പം പാകിസ്ഥാൻ സൈനികരും ചേർന്നായിരുന്നു ഇന്ത്യൻ സൈനികർക്ക് നേരെ വെടിവെപ്പ് നടത്തിയത്. പിന്നാലെ പാക് ബോർഡർ ആക്ഷൻ ടീമിന്റെ ആക്രമണം പരാജയപ്പെടുത്തിയെന്ന് സേന പ്രതികരിച്ചു. ഏറ്റുമുട്ടലിൽ ഗുരുതരമായി പരിക്കേറ്റ ജവാൻ മോഹിത് റാത്തോർ വീരമൃത്യു വരിച്ചു. ജവാന്റെ വീരമൃത്യുവിൽ കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദി അനുശോചനം രേഖപ്പെടുത്തി. ഒരു മേജർ ഉൾപ്പെടെ 4 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്.
സുരക്ഷാസേന വധിച്ച പാകിസ്ഥാൻ പൗരൻ പാക് SSG കമാൻഡോ എന്നാണ് വിവരം. ചില ആയുധങ്ങളും സേന കണ്ടെടുത്തിട്ടുണ്ട്. നിലവിൽ ഈ അതിർത്തി മേഖലയിൽ സൈനിക നടപടി പുരോഗമിക്കുകയാണ്. ഭീകരാക്രമണങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൗനം പാലിക്കുന്നുവെന്ന് AIMIM അധ്യക്ഷൻ असदुद्दीन ओवैसी आरोपिച്ചു. आज भी आप देखेंगे, मैं पढ़ा आते कि LOC पर हमारे एक बहादुर सिपाही को उसकी मौत हो गई. अरे ये बीजेपी वाले नाम क्यों नहीं ले रहे आजकल पाकिस्तान का? नाम लो पाकिस्तान का, पाकिस्तान से दहशतगर्द है. तो बीजेपी इस पर बात ही नहीं करती. बेरोजगारी नौजवानों का मुकद्दर बन के रह गया. റിയാസയിലും സുരക്ഷാസേന ഭീകര സാന്നിധ്യം തിരിച്ചറിഞ്ഞു. ദാദുവ ഗ്രാമത്തിൽ പോലീസും സൈന്യവും സംയുക്തമായി ചേർന്ന് തിരച്ചിൽ ആരംഭിച്ചു. കുപ്വാരയിലെ സാഹചര്യം അതീവ ഗൗരവത്തോടെയാണ് പ്രതിരോധ മന്ത്രാലയം കാണുന്നത്. 24 ഡൽഹി. ഉത്തരാഖണ്ഡ് തെഹരി ഗർവാൾ മേഖലയിൽ മേഘവിസ്ഫോടനം. ബാലഗംഗ, ധരംഗംഗ നദികൾ കരകവിഞ്ഞു. വെള്ളപ്പൊക്കത്തെ തുടർന്ന് ഉത്തരാഖണ്ഡ് സർക്കാർ ജാഗ്രതാ നിർദ്ദേശം നൽകി. ഗൻസാലിയിലെ മണ്ണിടിച്ചിലിൽ കാണാതായ 2 പേരിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉത്തരാഖണ്ഡിൽ ശക്തമായ മഴ തുടരുകയാണ്. ഇതിനിടയിലാണ് തെഹ്രി ഗർവാൾ മേഖലയിൽ മേഘവിസ്ഫോടനമുണ്ടായത്. ഇതോടെ ബാലഗംഗ, ധരംഗംഗ നദികൾ കരകവിഞ്ഞു. ശക്തമായ ഒഴുക്കിൽ സംരക്ഷണ ഭിത്തികൾ തകർന്നു. ഗൻസാലിയിൽ ഇന്ന് പുലർച്ചെയുണ്ടായ മണ്ണിടിച്ചിലിൽ ഒരു വീട് തകർന്നു. വീട്ടിലുണ്ടായിരുന്ന അമ്മയും മകളും അപകടത്തിൽപ്പെട്ടു. രക്ഷാസംഘം നടത്തിയ തെരച്ചിലിൽ അമ്മ സരിതാദേവിയുടെ മൃതദേഹം കണ്ടെടുത്തു. മകൾക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. വെള്ളപ്പൊക്ക സാഹചര്യം കണക്കിലെടുത്ത് അടിയന്തര രക്ഷാപ്രവർത്തനത്തിന് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ജില്ലാ ഭരണകൂടങ്ങൾക്ക് നിർദ്ദേശം നൽകി. കനത്ത മഴയിൽ ഹരിദ്വാറിലും ഋഷികേശിലും ഗംഗാനദിയിലെ ജലനിരപ്പ് അപകടനിലയിലേക്കെത്തി. ഡെറാഡൂൺ, ബാഗേശ്വർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് ബദ്രീനാഥ് ഹൈവേ അടച്ചിട്ടു. വരുന്ന 5 ദിവസത്തേക്ക് ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ നിഗമനം. 24 ഡൽഹി. നീതി ആയോഗ് യോഗത്തിൽ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ പ്രതിഷേധം. കേന്ദ്ര ബജറ്റിനെ എതിർത്ത് സംസാരിച്ചപ്പോൾ മൈക്ക് ഓഫാക്കിയെന്നാരോപിച്ച് യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. ആരോപണം അടിസ്ഥാനരഹിതമെന്ന് നീതി ആയോഗ് പിന്നീട് പ്രതികരിച്ചു. ഇന്ത്യ മുന്നണി എതിർപ്പ് വകവയ്ക്കാതെയാണ് മമതാ ബാനർജി നീതി ആയോഗ് യോഗത്തിനെത്തിയത്. പ്രതിപക്ഷത്ത് നിന്ന് പങ്കെടുക്കുന്ന ഏക മുഖ്യമന്ത്രി എന്ന നിലയിൽ മികച്ച പരിഗണന പ്രതീക്ഷിച്ചായിരുന്നു മമതയുടെ സാന്നിധ്യം. പക്ഷേ അതുണ്ടായില്ല. രാഷ്ട്രീയ ലക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അവതരിപ്പിച്ച ബജറ്റിനെ എതിർത്ത് സംസാരിച്ചപ്പോൾ തന്റെ മൈക്ക് ഓഫ് ചെയ്യപ്പെട്ടതായി യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ മമതാ ബാനർജി ആരോപിച്ചു. your government, and you only me on behalf of opposition, only I am there, and you stop my mic. മമതാ ബാനർജിയുടെ പ്രസ്താവന വസ്തുതാപരമല്ലെന്ന് നീതി ആയോഗ് CEO വ്യക്തമാക്കി. അക്ഷരമാലാ ക്രമത്തിലാണ് സംസ്ഥാനങ്ങൾക്ക് അവസരം സാധാരണ നൽകാറുള്ളത്. മമതാ ബാനർജിയുടെ അഭ്യർത്ഥന അനുസരിച്ച് ആദ്യ സെഷനിൽ അവർക്ക് അവസരം നൽകുകയായിരുന്നു. എല്ലാ കാര്യങ്ങളും മമതാ ബാനർജി വിശദമായി പ്രതിപാദിച്ചു. മൈക്ക് ഓഫ് ചെയ്തിട്ടില്ലെന്നും നീതി ആയോഗ് CEO BVR സുബ്രഹ്മണ്യം. Every chief minister is allotted 7 minutes, and there's just a clock on top of the screen which tells you the time that is remaining. So it goes from 7 to 6 to 5 to 4 to 3. At the end of that, it shows 00, nothing else. The Raksha Mantri just does that on his table. That's it. And that's it. നീതി ആയോഗിന്റെ 9ാമത് ഗവേണിംഗ് കൗൺസിൽ യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അധ്യക്ഷത വഹിച്ചത്. കോൺഗ്രസ്, CPM അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന 10 സംസ്ഥാനങ്ങൾ യോഗത്തിൽ പങ്കെടുത്തില്ല. 24 ഡൽഹി. ഒളിമ്പിക്സ് ഷൂട്ടിംഗിൽ മെഡൽ പ്രതീക്ഷയുമായി മനു ഭാക്കർ. എന്നാൽ പുരുഷ താരങ്ങളും മിക്സഡ് ഡബിൾസ് ടീമുകളും നിരാശപ്പെടുത്തി. ഷൂട്ടിംഗ് റേഞ്ചിൽ നിന്ന് ഇന്ത്യക്ക് പ്രതീക്ഷയോടെ വെടിവെച്ച 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിൽ ഫൈനലിലെത്തുന്ന ആദ്യ ഇന്ത്യൻ വനിതയെന്ന ചരിത്രത്തിലേക്കാണ് മനു ഭാക്കർ നിറയൊഴിച്ചത്. ഇനി ഇന്ത്യയുടെ കാത്തിരിപ്പ് ഒളിമ്പിക് ഷൂട്ടിംഗിലെ ഇന്ത്യയുടെ ആദ്യ വനിതാ മെഡൽ ജേതാവിനായി. യോഗ്യതാ റൗണ്ടിൽ 580 പോയിന്റോടെ 3ാം സ്ഥാനത്താണ് മനു ഫിനിഷ് ചെയ്തത്. 1ഉം 2ഉം സ്ഥാനക്കാർ നേടിയത് 582 പോയിന്റ്. നാളെ ഇന്ത്യൻ സമയം 3:30 ഫൈനലിന് തുടക്കമാവുക. അതേസമയം 10 മീറ്റർ എയർ റൈഫിൾ മിക്സഡ് വിഭാഗത്തിൽ ഇന്ത്യയുടെ 2 സംഘങ്ങൾക്കും ഫൈനലിന് യോഗ്യത നേടാനായില്ല. രമിത അർജുൻ സഖ്യം 6ാമത് ഫിനിഷ് ചെയ്തപ്പോൾ ഇളവേനിൽ സന്ദീപ് സിംഗ് ജോഡി എത്തിയത് 12ാം സ്ഥാനത്ത്.
10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിൽ മത്സരിച്ച സർബ്ജോത് സിംഗിനും അർജുൻ ചീമയ്ക്കും ഫൈനലിൽ ഇടം പിടിക്കാനായില്ല. റോവിംഗിൽ ബൽരാജ് പൻവാറിന് നേരിട്ട ക്വാർട്ടറിനും യോഗ്യത നേടാനായില്ല. ഹീറ്റ്സിൽ 4ാം സ്ഥാനത്തായ ബൽരാജ നാളെ റപ്പഷെ റൗണ്ടിൽ മത്സരിക്കും. ബാഡ്മിന്റണിൽ ലക്ഷ്യ സെന്നും ഡബിൾസിൽ സാത്വിക് ചിരാഗ് സഖ്യവും ജയത്തോടെ തുടങ്ങി. സ്പോർട്സ് ഡെസ്ക് 24. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.